أعوذ بالله من الشيطان الرجيم. അവസാനം പഠിച്ച ആയത്തേതാ? എത്രാമത്തെ? 35 34 35 ഒന്നുകൂടി ഓതാം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹുൻ വാഹിദുൻ ഫലഹു അസ്ലിമൂ വബശ്ശിരിൽ മുഖ്ബിതീൻ الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون ولكل أمة جعلنا മൻസക് എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ എല്ലാ ഉമ്മത്തിനും കൊടുത്തിട്ടുണ്ട്. ആ ആരാധനാ കർമ്മങ്ങളൊക്കെ എന്തിനാണ്? അള്ളാഹുവിന്റെ ഇസ്മ ദിക്റായി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തിലൊക്കെ? അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ബലിമൃഗത്തിൽ നിന്ന്. അപ്പോൾ കന്നുകാലികളെ അറുക്കാനും അത് ഭക്ഷിക്കാനും ഒക്കെയുള്ള മാർഗം കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ഫഇലാഹുകും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും ഇലാഹ് ഏകനാണ്. ഏത് സമുദായങ്ങൾക്ക് പല അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഇലാഹ് ഏകനായ ഒറ്റ ഇലാഹേ ഉള്ളൂ. ഫലഹു അസ്ലിമൂ, ആകയാൽ അവന് കീഴ്പ്പെട്ടു കൊടുക്കുക. അസ്ലമ, കീഴ്പ്പെടുക, അനുസരിക്കുക. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനയാന്വിതരായ ആളുകൾക്ക് സന്തോഷവാർത്തയുമുണ്ട്. അല്ലദീന, അവരാരാണ്? ഇദാ ദുക്കിറല്ലാഹു, അവർ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വജിലത് ഖുലൂബുഹും. എന്താണ്ടാവുക? വജിലത്, ഭയപ്പെട്ട് വിറക്കുമെന്നതിനാണ് പറഞ്ഞത്. വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് ഹൃദയം നെടുങ്ങുന്ന, ഹൃദയം ഭയപ്പെടുന്ന, ഹൃദയം വിറക്കുന്ന അവസ്ഥ അവർക്ക് വരും. എന്നിട്ട് 4 ഗുണങ്ങളാണ് ആ വിനയാന്വിതരായ ആളുകൾക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആയത്ത് ഒന്നുകൂടി ഓതി നോക്കാം. അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. الذين, അവർ ആ വിഭാഗം ആളുകൾ, ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുകയും വിറകൊള്ളുകയും ഒക്കെ ചെയ്യുന്നതാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് അതിന്റെ വിശദീകരണത്തിലൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇമാം മുജാഹിദ് റഹിമഹുല്ല പറയുന്നുണ്ട്, അവർ മുത്മഇന്നീങ്ങളായ, അടക്കമുള്ള വിനയാന്വിതരായിരിക്കും, മുതവാദിഈനായിരിക്കും. അവർ മുഖ്ബിതീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ലാ യദ്ലമൂൻ വലാ ഇദാ ളുലിമൂ ലം യൻതസിറു, അവർ ഒരാളെയും ആക്രമിക്കൂല, ആരെങ്കിലും അക്രമം ചെയ്യുകയാണെങ്കിൽ അവരേറ്റ് സഹായിക്കാനും പോകില്ല. അങ്ങനെയുള്ളവരാ മുഖ്ബിത്ത് എന്ന് പറഞ്ഞാൽ. ഇമാം സൗരി റഹ്മത്തുള്ളാഹി പറയാണ്, അൽ മുത്മഇന്നീൻ, അവർ ആ മുഖ്ബിത്തി എന്ന് പറഞ്ഞാൽ അൽ മുത്മഇന്നീൻ, സമാധാന ചിത്തരായവരാണ്. അർറാദീന ബിഖദാഇല്ലാ, അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ്. വൽ മുസ്തലിമീന ലഹു, അല്ലാഹുവിന്റെ വിധിയിൽ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ശേഷം അവർക്കുള്ള 4 പ്രധാനപ്പെട്ട ഗുണങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖാഫത്ത് മിൻ ഖുലൂബുഹും, അവരുടെ കൽബിന് ഇങ്ങനെ ഒരു പേടി എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകും. രണ്ടാമത്തെ ഗുണം വസ്സാബിരീന, അവർ ക്ഷമിക്കുന്നവരായിരിക്കും. അലാമാ അസ്വാബഹും,
അവർക്ക് എന്തൊന്ന് ബാധിച്ചാലും അവരെ ബാധിച്ചതിലെല്ലാം ക്ഷമിക്കുന്നവരായിരിക്കും. ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹസൻ ബസ്രി എന്ന് പറഞ്ഞ സ്വഹാബിമാരെ കണ്ട് ദീൻ പഠിച്ച ആളാണ്. അതിന് അവരെ വിളിക്കുന്ന പേരെന്താ? സ്വഹാബിമാരെ കണ്ടു പഠിക്കുന്നവരെ നമ്മൾ എന്താ പറയാ? താബിഈ എന്ന് പറയാ. സ്വഹാബിമാരെയും കണ്ടിട്ടില്ല, താബിഈങ്ങളെ കണ്ടിട്ടാണ് ഒരാൾ പഠിച്ചതെങ്കിലോ തബഉ താബിഈ എന്നാണ് പറയാ. തബഉ താബിഈ, താബിഈനെ പിൻപറ്റിയവൻ. അങ്ങനെയാണ് 3 നൂറ്റാണ്ട് പറഞ്ഞത്. ആദ്യം നബി തങ്ങളുടെ കൂടെ ജീവിച്ചവരുടെ നൂറ്റാണ്ട്, പിന്നെ സ്വഹാബത്ത് നബി ഇല്ലാതെ ജീവിച്ച നൂറ്റാണ്ട്, പിന്നെ സ്വഹാബത്തിനെ കണ്ട് ജീവിച്ച താബിഈങ്ങളുടെ നൂറ്റാണ്ട്. അങ്ങനെ ഈ 3 നൂറ്റാണ്ടുകളെ കുറിച്ചാണ് ഖൈറുൻ നാസി ഖർനി പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇതിൽ ആദ്യം പറയാം, ഇമാം ഹസൻ ബസ്രി ഏകദേശം ചരിത്രം പറയുന്നത് 300-ലധികം സ്വഹാബിമാരെ കണ്ടിട്ട് ദീന് പഠിച്ചു മനസ്സിലാക്കിയ സയ്യിദ് താബിഈനാണ് ഹസനുൽ ബസ്രി എന്ന് പറയുന്നത്. ഇതിന്റെ നാടേതാ? ആ പേരിലുണ്ട് ബസ്വറ. ഇമാം ബുഖാരിയുടെ നാടേതാ? ബുഖാറ എന്ന നാട്ടിലാണ്. അവരുടെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയുന്ന സിസ്റ്റം അന്ന് മുതലുമുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, വല്ലാഹി ലനസ്ബിറന്ന ഔ ലനുഹ്ലികന്ന. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ നന്നായി ക്ഷമിക്കുന്നവരാകുക, ഇല്ലെങ്കിൽ നിങ്ങൾ നശിക്കുന്നവരായി മാറും. ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കുന്നവരായി മാറും. മൂന്നാമത്തെ ഗുണം വൽ മുഖീമിസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തുന്നവരായി മാറുക. നിസ്കരിക്കാന്നുള്ളതിന് സ്വല്ലൂ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇവരുടെ ഗുണം പറഞ്ഞിരിക്കുന്നത് വൽ മുഖീമിസ് സ്വലാഹ്, വിനയാന്വിതരായ ഈ അടിമകൾ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വൽ മുഖീമി അസ്സലാഹ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ മുഅദ്ദീന ഹഖ്ഖുല്ലാഹ്, അല്ലാഹുവോടുള്ള കടമ നിർവഹിക്കും. ഫീമാ ഔജബ അലൈഹിം മിൻ അദാഇ ഫറായിദിഹി, ഫറളായി ചെയ്യേണ്ടുന്ന അവന്റെ പ്രധാനപ്പെട്ട കാര്യം നിർവഹിക്കുന്നതിന്റെ തെളിവാണ് മുഖീമിസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തുന്നു. 4 വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതായത് വയുൻഫിഖൂന മാ ആതാഹുമുല്ലാഹ്, അല്ലാഹ് നൽകിയതിൽ നിന്ന് ചെലവാക്കുന്നവരാണ്. ഒരു മനുഷ്യന്റെ സൽസ്വഭാവത്തെ വിലയിരുത്തുന്നതാണ് അയാളിൽ ചെലവാക്കാന്നുള്ള ശീലം. ഒരാളുടെ മോശം സ്വഭാവത്തെ വിലയിരുത്തുന്നതാണ് അയാളുടെ പിശുക്ക്. എത്ര നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പിശുക്ക് അയാളിൽ ഒരു മോശം സ്വഭാവമായി എപ്പോഴും മുഴച്ചു നിൽക്കും. ഇവരുടെ ഗുണം പറയാണ്, തൊയ്യിബ റിസ്ഖി, പടച്ചോൻ കൊടുത്ത റിസ്ക് എന്നൊക്കെ ചെലവഴിക്കും. അലാ അഹ്ലീഹിം, ആർക്കൊക്കെ? ചില മനുഷ്യന്മാരുണ്ട് നാട്ടുകാർക്ക് മൊത്തം കൊടുക്കും, സ്വന്തം കുടുംബക്കാർക്ക് ഒന്നും കൊടുക്കൂല. എന്നാൽ ഇവരുടെ ഗുണം അല അഹ്ലീഹിം, കുടുംബക്കാരെ പരിഗണിക്കും. വ അർഖാഇഹിം, അടിമകളായവരെ പരിഗണിക്കും. വ ഖറാബാതിഹിം, കുടുംബ ബന്ധുക്കളെ പാലിക്കും. അഹ്ല് ആദ്യം പറഞ്ഞ സ്വന്തം കുടുംബക്കാർ, വീട്ടുകാർ, പരിസരം. പിന്നെ അവന്റെ അകന്നവരായ ഖറാബാത്തുകളെ. വ ഫുഖറാഇഹിം, ഫഖീറന്മാരെ അവന്റെ പണം കൊണ്ട് അവൻ സഹായിക്കും. വ മഹാവീജിഹിം, ആവശ്യക്കാരെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ടുപോയി സഹായിക്കും. വയുഹ്സിനൂന ഇലൽ ഖൽഖി, സൃഷ്ടികൾക്കെല്ലാം പുണ്യം ചെയ്യുന്നവരായിരിക്കും. മുഹാഫളതിഹിം അലാ ഹുദൂദില്ലാ, അല്ലാഹുവോട് ചെയ്യേണ്ടുന്ന, അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ ഖൽബ് വിറക്കും. നിസ്കാരം നിലനിർത്തും, ഇതൊക്കെ അള്ളാഹിനോടുള്ളതാ. അതേപോലെ സൃഷ്ടികളെ സഹായിക്കാനുള്ള മനസ്സുള്ളവനായി മാറും. വഹാദിഹി ബിഖിലാഫി സിഫാത്തുൽ മുനാഫിഖീൻ, ഇത് ഈ പറഞ്ഞ 3 ഗുണങ്ങളും വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ മറ്റു അധ്യായങ്ങളിൽ മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ മുനാഫിഖീങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞു? ഇപ്പൊ നമ്മൾ ഈ പഠിച്ച ഈ ഗുണങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് മുനാഫിഖീങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതെന്താണെന്നറിയോ? അവരെ പറ്റി പറയുന്നുണ്ട് സൂറത്ത് തൗബയിൽ പറയാണ്, വർതാബത് ഖുലൂബുഹും ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ, അല്ലാഹുവിനെ കുറിച്ച് എപ്പോ പറഞ്ഞാലും അവർ സംശയമുള്ളവരായി മാറും.
ഉറച്ച് കൽബ് ഉറച്ചു നിൽക്കൂല, ഒരിങ്ങനെ ആടിക്കളിക്കുന്നവരായിരിക്കും മുനാഫിക്കീങ്ങൾ. നിസ്കരിക്കാൻ മുനാഫിക്കീങ്ങൾ വരുന്നത് അലസന്മാരായിട്ടായിരിക്കും. ഇവരെ കുറിച്ച് പറഞ്ഞത് നിലനിർത്തുന്നവരായിട്ടായിരിക്കും. അവരെ പറ്റി പറയുന്നത് തോന്നുമ്പോ നിസ്കരിക്കും, ഉള്ള നിസ്കാരം തന്നെ ഒരു മടിയനായിട്ടായിരിക്കും. ചെലവഴിക്കുന്നത് വെറുപ്പോടെ ഇരിക്കും. നമ്മൾക്ക് രാവിലെ ഒരാൾ 100 റുപ്യ വന്ന് ചോദിച്ച് വൈകുന്നേരം ഒരു 100 റുപ്യ കൂടി ചോദിച്ചാൽ നമ്മളെ സ്വഭാവം മാറും. ഒരു പിരിവ് കഴിഞ്ഞ് അടുത്ത പിരിവ് വന്നാൽ നമ്മൾ പള്ളി മാറിപ്പോവില്ല, ആ പള്ളി ശരിയാവില്ല. റമദാനിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടാക്കുക, ഫുള്ള് പിരിവാണ്. ആര് കൊടുക്കണോനൊക്കെ ഒരു ബേജാറുമില്ല, ഈ കൊടുക്കാൻ മടിയുള്ളവനക്കാണ് ഈ പിരിവിന്റെ ബേജാറുണ്ടാവില്ലേ. കഴിയണോല് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു സ്വതക്കയുടെ സിസ്റ്റത്തെ വെറുപ്പോടെ കാണാൻ പാടില്ല. മുനാഫിഖീങ്ങൾ ചെലവഴിക്കുന്ന വിഷയം വന്ന കൊടുക്കും, അവർ കൊടുക്കൂല എന്നല്ല, വഹും കാരിഹൂൻ, വെറുപ്പോടെയാണ് അവർ കൊടുക്കുക. അടുത്തത് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയല്, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവർ തിന്മയാണ് ജനങ്ങളോട് കൽപ്പിക്കുക. പിന്നെയോ വയഖ്ബിളൂന ഐദീഹിം, ഓലെ കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ടാവും, അതിനങ്ങോട്ട് ഇറങ്ങൂലൊരു സാധനം. നസുല്ലാ, അവരെ അള്ളാനെ മറന്നവരായി ജീവിക്കും. ഫനസിയഹും, അവരെ അള്ളാഹുവും മറന്നു കളയും. അപ്പൊ അള്ളാഹ് അവരെയും മറന്നു കളയും, അവരല്ലാനെ മറന്നാണ് ജീവിക്കുന്നത് എന്ന്. ഈ 4 ഗുണങ്ങൾ എന്താണ് ഇത്ര വിശദീകരിച്ച് ഖുർആനിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണെന്നാണ്? അത് വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. ഒന്നെന്താ പറഞ്ഞേ, വജിലത് ഖുലൂബുഹും, അവരുടെ കൽബ് വിറക്കുള്ള, ഒരാളുടെ കൽബ് കരയുന്ന, അതുപോലെ തന്നെ വിനയം കാണിക്കുന്ന, കൽബ് ലോലമാകുന്ന, കൽബ് ഒന്ന് സോഫ്റ്റ് ആവുക എന്നത് വലിയ പ്രാധാന്യമുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ടൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് കണ്ടാലും വിഷമം വരുന്നില്ല, ഇതൊരു അസുഖമാണ്. ഒരു രോഗിനെ കണ്ടാൽ സങ്കടം വരുന്നില്ല, ഒരു മയ്യത്ത് പോണ് കണ്ടാൽ എനിക്ക് അങ്ങനത്തെ ചിന്ത വരുന്നില്ല, എൻ്റെ കൽബാകെ ഹാർഡാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളിൽ നിന്ന് ഇൽമ കിട്ടിയതല്ലേ, പക്ഷെ തിരിച്ചു പറഞ്ഞു കൊടുക്കണേ, തദക്കുരിൽ മൗത, നീ എപ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നിന്റെ കൽബ് ലോലമാകാൻ തുടങ്ങും. അന്ന് ലോലമാകണം നിന്റെ കൽബ്, അത് ഏറ്റവും ലോലമായി മാറണോ, നീ നന്നായിട്ട് നിന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്ക്. നിന്റെ കൽബ് നന്നായി ലോലമായ മനസ്സിന്റെ ഉടമയായി മാറും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇമാമത്ത് നിൽക്കുന്ന ഘട്ടം വരുന്ന സമയത്ത് ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ വാപ്പാനെ ഇമാമത്ത് നിർത്തണ്ടാറുണ്ട്. എന്തുകൊണ്ടാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇമാം വന്നിട്ട് 4 ആയത്ത് ഓതുമ്പോഴത്തേക്ക് കരച്ചിൽ വരാൻ തുടങ്ങി. നമ്മൾ ഖുർആൻ മുഴുവൻ ഖത്മ ചെയ്താലും നമുക്ക് ഒരു ഫീലിംഗ്, ഒരു സെൻസിറ്റീവായി എന്തെങ്കിലും ഒരു ചിന്ത നമ്മൾ തലയിൽ കയറുമോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിസ്കാരം തുടങ്ങിയ പിന്നെ നിന്ന് കരയാൻ തുടങ്ങും. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് ആ കരച്ചിലൊരു പ്രയാസമായി മാറും. അതുകൊണ്ട് വാപ്പാനെ ഇമാം നിർത്തണം എന്ന് പറഞ്ഞ രംഗ ഹദീസിലുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞ വാക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു ഖബറിന്റെ അടുത്ത് കൂടി, ഏതൊരു ഖബറായാലും, ഒരു സാധാരണ ഖബർ കണ്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരയും. ഹത്താ ബല്ലസറ, കരഞ്ഞിട്ട് താടിരോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങാറുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഖബർ കാണുമ്പോൾ അങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, മറുപടി ഉണ്ട്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ 1ാമത്തെ പരലോകത്തെ വീടാണ്. അവിടെ രക്ഷപ്പെട്ടവനെ രക്ഷപ്പെടുള്ളൂ, അവിടെ ശിക്ഷിക്കപ്പെട്ടവന് ശിക്ഷയാണ്. അത് പേടിച്ചാണ് ഞാൻ കരയുന്നത് എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. ഖാസിയത്ത് ഖുലൂബായി മാറാൻ പാടില്ല, കഠിനമായ ഹൃദയത്തിന്റെ ഉടമയായി മാറാൻ പാടില്ല. മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറയുന്ന പ്രദേശം അറിയില്ല, പൂക്കോട്ടൂർ ചരിത്രപരമായി ഏറെ പ്രസിദ്ധമായ സ്ഥലമാണ് പൂക്കോട്ടൂർ. അവിടെയാണ് ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നത്.
ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നത്. അതിന്റെ വാർത്തയിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർ തമ്മിൽ സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ ഉണ്ടായിരുന്നു. 2, അവർ പറഞ്ഞത്, ആ നാട്ടുകാർ പറയുന്നുണ്ട്, അവർ പരസ്പരം നന്നായിട്ട് എപ്പോഴും ഒരുമിച്ച് നടക്കലും ഭയങ്കര സൗഹൃദത്തോടെ എപ്പോഴും ബൈക്കും അങ്ങനെ പോണതും ഭയങ്കര ഞങ്ങൾ കാണാറുണ്ട്. അത്ര അങ്ങനെ ഒരു ശത്രുക്കളെ പോലെ പെരുമാറുന്നവരല്ല. പക്ഷെ പിന്നീടുണ്ടായ ചില അപസ്വരങ്ങളും സംസാരങ്ങളും അത് പിന്നെ വലിയ വാശിയിലേക്കും കൊലപാതകത്തിലേക്കും ഞാൻ കത്തിയും പിടിച്ചിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എൻ്റെ അനിയനെ കൊന്നിട്ടുണ്ടെന്ന് പോയി പറഞ്ഞ് നേരെ സ്റ്റേഷനിൽ പോയി കീഴടങ്ങാണ്. ഒരാളുടെ കൽബ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാല്, കൽബ് അങ്ങോട്ട് പറയില്ലേ കാസിയത്തായി കഴിഞ്ഞാൽ എന്തറ്റും ചെയ്യാൻ കഴിയും, ഒരു തടസ്സം ഉണ്ടാവില്ല. ഒരാളെ കൊല്ലുക, 10 ആളെ കൊല്ലുക എന്നുള്ളതൊന്നും ഒരു പേടില്ലാതെ ഒരു മനുഷ്യൻ ചെയ്യും. അവന്റെ കൽബ് അങ്ങ് കഠിനമായാൽ, കൽഹിജാറ, കല്ലുപോലെ ആയാൽ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാരല്ല ഇവർ വജിലത് ഖുലൂബുഹും, കൽബ് നല്ല പടച്ചോനെ പേടിച്ച് വിറക്കുന്ന ലോലമായ കൽബിന്റെ ഉടമകളാണ്. 2ാമത്തെ സ്വഭാവം എന്താ പറഞ്ഞേ? വസ്വാബിരീൻ. ഒരു വല്ലാത്ത സാധനമാണ്. ഒരാളെ സ്വഭാവവും ക്യാരക്ടറും സംസാരവും ഒക്കെ അളക്കുന്ന സാധനമാണ് ക്ഷമ. പലതും നമ്മളെ മുമ്പിൽ മുസീബാത്തുകളായിട്ട് പലതും വരും. ക്ഷമ നഷ്ടപ്പെടുന്ന പലതും വരും. എപ്പോഴാണ് ഒരാൾ പൊട്ടിത്തെറിക്കുക? അയാളുടെ ക്ഷമ അങ്ങ് നഷ്ടപ്പെടുമ്പോഴാണ്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞ ഖുർആനിൽ സ്വാബിരീങ്ങളെ പറ്റി പറഞ്ഞ ഗുണം വായിച്ചു നോക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അർത്ഥം വെച്ച് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹ് ക്ഷമിക്കുന്നവരെ കൂടെ ഉണ്ട്, അള്ളാന്റെ സഹായം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ഉണ്ട്, സ്വർഗ്ഗമുണ്ട്. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, ക്ഷമിക്കുന്നവരെ അല്ലാഹു ഇഷ്ടം. നമ്മൾ കുറച്ച് താന്നു കൊടുത്താൽ, അത് ഭാര്യന്റെ മുമ്പിലായാലും വാപ്പാന്റെ മുമ്പിലായാലും നമ്മുടെ പിന്നെ ഏതൊരു മേലാധികാരിയുടെ മുമ്പിലും ഒരു പൊടിക്കൊന്ന് താന്നു കൊടുത്താൽ ഒരു നഷ്ടം വരാല്ല. അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഇബ്രാഹിം നബിന്റെ, ഇസ്മായിൽ നബിന്റെ, ഇദ്രീസ് നബിന്റെ ചരിത്രം പറഞ്ഞിട്ട് കുല്ലും മിനസ്സാബിരീൻ, അവർക്കൊക്കെ എന്താ ഉള്ളത്? സ്വാബിരീങ്ങൾ പെട്ട നബിമാരാണ് അവരൊക്കെ. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാലുക്കൾക്ക് കണക്കില്ലാത്ത അറ്റമില്ലാത്ത പ്രതിഫലമാണ്. ജമാഅത്ത് നിസ്കാരത്തിന് എന്താ പ്രതിഫലം പറഞ്ഞ്? 27 ഇരട്ടി എന്ന് പറഞ്ഞു. ക്ഷമനെ പറ്റി പറഞ്ഞത് കണക്ക് നിശ്ചയിക്കാത്ത കൂലിയാണ്. പക്ഷെ അത് കഴിയണം ഒരാളുടെ മനസ്സിൽ. എപ്പോഴൊക്കെയാണ് ക്ഷമിക്കേണ്ടത്? ഞാൻ ഇവിടെ പഠിച്ചത് എപ്പോഴൊക്കെയാണ് ക്ഷമിക്കേണ്ടത്? 4 സ്ഥലത്താണ് ക്ഷമിക്കേണ്ടത്. 1, അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അള്ളാനെ അനുസരിക്കാൻ വേണ്ടി ക്ഷമിക്കുക. അതിൽ പെട്ടതാണ് ക്ലാസ്സിന് പോവുക, പള്ളിയിൽ പോവുക, നിസ്കരിക്കുക, ദഅവത്തിന് പോവുക, എല്ലാം അങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം, അപ്പോഴേ വരുള്ളൂ. 2, അസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്, തെറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും മുമ്പിൽ അത് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ, തെറ്റു ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിന് പോയപ്പോൾ മലപ്പുറം ജില്ലയിൽ, അവിടെ ആ സ്ഥലത്ത് ഇതുവരെ നടന്ന പരിപാടിക്കൊക്കെ തല്ലുണ്ടായിട്ടുണ്ട്. അടിച്ച് കടകളും ആളുകളും മൈക്ക് സെറ്റൊക്കെ അടിച്ച് കയറിയ സ്ഥലമാണ്. പക്ഷെ ആ അടി ഉണ്ടാക്കിയ ടീമൊക്കെ ഇപ്പൊ കുറച്ച് വലുതായിരിക്കും, കുറച്ചൊക്കെ ബോധം തലക്ക് വെച്ചിട്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ പരിപാടി 2 ദിവസം മുമ്പാണ് പരിപാടി വെച്ചു മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കടത്തി. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മള് നല്ല ഈമാനികമായ കരുത്ത് നേടിയെടുത്താൽ, നമ്മുടെ മക്കളെ ആ രൂപത്തിൽ മാറ്റിയാല്, അവർ പോകുന്ന ക്യാമ്പസിലോ പഠിക്കുന്ന സ്ഥാപനങ്ങളിലോ എന്തൊക്കെ കുരുത്തക്കേടുകൾ കണ്ടാലും അവരതിലുണ്ടാവൂല, അവൻക്കൊരു ആ കരുത്ത് കിട്ടിയാൽ എന്നങ്ങനെ ഒരു വാക്കാന് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു +2 പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പ്രസംഗം ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നല്ല ഈമാനികമായ കരുത്തുണ്ടെങ്കിൽ വേറെ ആളൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മളെ ഇന്ന് മാറി നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ. ഞാന് ഗോകുലം FC എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കാൻ പോണ ആളാണ്. നമ്മൾ ചെക്കന്മാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, ഗോകുലം FCന്റെ പ്ലെയറാണ് അവന്. മലപ്പുറം ജില്ലയിൽ നിന്ന് ചാൻസ് കിട്ടിയ അപൂർവങ്ങളിൽ ഒരാളാണ്. എൻ്റെ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ നന്നായി വലിക്കും. കളിക്കുന്ന ആൾക്കാർ എൻ്റെ ഇടയിൽ
മറ്റുള്ള സമയങ്ങളിലൊക്കെ കൂട്ടം കൂടി ഇരുന്ന് നന്നായിട്ട് വലിക്കാറുണ്ട്, വേറെ പലതൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ആ സമയം വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, ഞാൻ അവിടെ കൂടെ ഇരിക്കാറില്ല. അവനിപ്പോ ആരും അവന്റെ കൂടെ വാപ്പയമ്മ ആരുമില്ല. അവൻ അതിന്റെ കൂടെ ചേരുകയാണെങ്കിൽ അവനക്ക് ഒന്നുകൂടി ക്രെഡിറ്റ് കൂടെ ചെയ്യും, നല്ല ആളാന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ അവൻക്കറിയാം ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നുള്ള തിരിച്ചറിവ് ഏതൊരു മനുഷ്യന്റെയും പോലെ തന്നെ അവന്റെ മുമ്പിലും കയറി വന്നിട്ടുണ്ട്. ഈ ഒരു ബോധത്തെ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. തിന്മ ചെയ്യാനുള്ള അവസരങ്ങളിൽ ക്ഷമിക്കുക. 3 അസ്വബറു അലാ ബലാ ഇല്ല. അള്ള വിവിധങ്ങളായ പരീക്ഷണങ്ങൾ തരും നമുക്ക്, നമ്മളത് സ്വീകരിക്കുക, ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. അത് പല നിലക്കാവാം, സമ്പത്തിലാവാം, മക്കളിലാവാം, ശരീരത്തിലാവാം, കച്ചവടത്തിൽ, എവിടെങ്കിലും ഒന്ന് പരീക്ഷിക്കാത്തൊരു മനുഷ്യനെ വിടൂല അല്ലാഹ്. 4 അസ്സബ്റു അലാ അഖ്ദാരില്ല. അള്ളാന്റെ വിധിയിൽ ക്ഷമിക്കുക. അള്ളാഹ് നമ്മക്ക് വിധി, നമ്മളെ ഭാര്യ അള്ളാഹ് നമ്മക്ക് എന്ന വിധിയാണ്, അതിലുണ്ടാകുന്നതൊക്കെ നമ്മൾ ക്ഷമിക്കണം. നമ്മളെ ഭാര്യക്ക് കൊടുത്ത വിധിയാണ്, വേറെ പാകല്ല, അതിലുണ്ടാകുന്നതൊക്കെ അവർ ക്ഷമിക്കണം. നമ്മളെ കുട്ടികളെ നമുക്ക് തന്ന വിധിയാണ്, അതിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അള്ളാന്റെ വിധി എന്താണോ ആ വിധിയെ അംഗീകരിക്കാൻ കഴിയാന്നുള്ള സ്വബർ നമുക്ക് വേണം. അതാണ് 2ാമത്തെ ഗുണം വസ്സാബിരീൻ പറഞ്ഞു. 3ാമത്തെ എന്താണ്? അൽ മുഖീമിസ് സ്വലാ. അത് ഓർമ്മയിൽ നമ്മളെ അങ്ങനെ ഉണ്ടാവണേ നമുക്ക് എപ്പോഴും. മുഖീമിസ് സ്വലാ, സാധാരണ നിസ്കരിക്കുക എന്നുള്ളതിന് സ്വല്ലാന്ന് പറഞ്ഞാൽ സ്വല്ല നിസ്കരിച്ചു, സ്വല്ലൂ നിങ്ങൾ നിസ്കരിക്കൂ എന്നാണ്. പക്ഷെ ഇവിടെ നിസ്കരിക്കൂന്നല്ലല്ലോ ഇവിടെയൊക്കെ പറയുന്നത്. മുഖീം, നമസ്കാരം നിലനിർത്തുക എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ, കാണാതെ പഠിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ജഅൽനീ മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഒന്നുകിൽ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കണം. സൂറത്ത് ഇബ്രാഹിമിലെ 36-40 ഉള്ളിൽ വരുന്ന ഒരു ആയത്താണ്. റബ്ബി ജഅൽനീ മുഖീമസ് സ്വലാത്തി, പറഞ്ഞേ, റബ്ബി ജഅൽനീ മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനീ മുഖീമസ് സ്വലാ, റബ്ബേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണേ. ഞാൻ മാത്രല്ല, വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളെയും നമസ്കാരമുള്ളവരാക്കി മാറ്റി തരണേ എന്നാ പ്രാർത്ഥന. അടുത്തത് റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണം. നല്ല കാര്യത്തിനൊക്കെ പ്രാർത്ഥിക്കുക, എന്നിട്ട് അവസാനം റബ്ബേ പ്രാർത്ഥന സ്വീകരിക്കണേ. ഒരു പാഠങ്ങളായിട്ട് സുഹൃത്തിൽ പഠിപ്പിക്കുന്നത്. വൽ മുഖീമിസ് സ്വലാ, ഖുർആനിൽ പല സ്ഥലത്തും അഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തൂ എന്ന് പറഞ്ഞ 80-ലധികം ആയത്താണ് അഖീമുസ് സ്വലാ. ഫഇൻ താബൂ വഅഖാമുസ് സ്വലാ, നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ ഒരു ചങ്ങാതി, നിങ്ങൾ മതത്തിലുള്ള കൂട്ടുകാരനാണെന്ന് പറയുകയാണെങ്കിൽ ഇനിയുള്ള ഗുണം വേണം. ഫഇൻ താബൂ, പശ്ചാത്തപിക്കുന്നവരാണെങ്കിൽ, വഅഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ, വആതവുസ് സകാ, സകാത്ത് കൊടുക്കുന്നവരാണെങ്കിൽ, ഫയഖ്വാനുകും ഫിദ്ദീൻ, അവര് ദീനിൽ നിന്റെ ചങ്ങാതിമാരാണ്, സഹോദരന്മാരാണ്. ഇതൊന്നും ഇല്ലാത്തവനാണെങ്കിൽ ഓൻ നിന്റെ ദീനിലെ ഇഖ്വാനായി കൂട്ടണ്ട എന്നാ പറഞ്ഞത്. പള്ളി പരിപാലിക്കണോന്റെ സ്വഭാവമല്ല, പള്ളി കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്നുള്ള 5 ആൾക്കാരെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. ഇന്നമായ അമറു മസാജിദ് അല്ലാഹ് മൻ ആമന ബില്ലാഹ്, പടച്ചോനെ വിശ്വസിക്കുന്നവനാവണം. വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ പേടിക്കുന്ന ആളായിരിക്കണം. വൽ മുഖീമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവനായിരിക്കണം. പള്ളിയിലൊരു മീറ്റിങ്ങിന് മാത്രം വരിക, എപ്പോഴെങ്കിലും കുറച്ച് പൈസ കൊടുക്കുക, അതൊന്നും ഒരു കമ്മിറ്റിയിൽ പെടാൻ, അതിന്റെ ഒരു ഇമാറത്തിൽ പെടാൻ പറ്റിയ ആളല്ല. പള്ളിയിൽ നമസ്കാരം നിലനിർത്തുന്നവനായിരിക്കണം, പള്ളി പരിപാലിക്കണം. ഇല്ലെങ്കിൽ ഓൻക്കൊരു ഇഖ്ലാസ് ഉണ്ടാവില്ല, അതിനൊരു വിജയമല്ല, അതൊരു കാര്യമല്ല എന്നാണ് സൂചിപ്പിച്ചത്. വൽ മുഖീമിസ് സ്വലാ. അടുത്തത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാത്ത 4 ഗുണങ്ങളാണ് അല്ലേ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. എന്താ യുൻഫിഖൂ എന്ന് പറഞ്ഞ അർത്ഥം? ചെലവഴിക്കുക. അൻഫഖ യുൻഫിഖൂൻ, ചെലവഴിക്കുക. എവിടുന്നാ ചെലവഴിക്കുന്നത്? വമിമ്മാ റസഖ്നാഹും, നാം കൊടുത്തതിൽ നിന്ന്.
പടച്ചോൻ തന്ന സമ്പത്ത് നമ്മക്ക് എന്താ പണി? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരി വെക്കണ പണിയുള്ളൂ. നമ്മളതൊന്നല്ലല്ലോ ഇപ്പൊ ഈ പണം എന്ന് പറയുന്നത്. പണത്തിന്റെ ആസുല് അള്ളയാണ്, അള്ളാന്റെ പണം. അതുകൊണ്ട് അള്ളാഹ് ഇടക്കിടക്ക് പറയുന്നത് മിമ്മാ റസഖക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് തന്ന റിസ്കിൽ നിന്ന് കൊടുക്കുന്നിട്ട് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെതാണ് ഇതിൻ്റെതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരിക്കലുമല്ല. നമ്മളത് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ റോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തന്നിരിക്കുകയാണ്. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനോടത്ത് കൂടെ ഒക്കെ പോണം, കിട്ടേണ്ടവർക്ക് അത് കിട്ടണം. ومما رزقناهم ينفقون الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അൽ-ബഖറയിലെ 3-ാമത്തെ ആയത്തിനെ പഠിപ്പിക്കുന്നതാണ്. പരലോകത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, ചെലവഴിക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്. ചെലവഴിക്കുന്ന സമയത്തെ കുറിച്ച് പറയാണ് അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലും ചെലവാക്കും. സിർറൻ വഅലാനിയ, രഹസ്യമായി കൊടുക്കും, പരസ്യമായിട്ട് കൊടുക്കും. ഓരോന്നിന്റെ സാഹചര്യങ്ങൾ ഉണ്ട്, അത് അങ്ങനെ കണ്ടറിഞ്ഞ് കൊടുക്കും. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പേടിക്കണ്ട, അവർ വിഷമിക്കണ്ട, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇങ്ങനെ ചെലവാക്കുന്ന ആളാണെങ്കിൽ. വേറൊന്ന് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, നമുക്ക് ഉണ്ടാവേണ്ട സാധനമാണ്. ഭയങ്കര സുഖവും സന്തോഷം, നല്ല വരുമാനം, നല്ല പൈസക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കും. ഇവരുടെ സ്വഭാവം, നല്ലവന്റെ സ്വഭാവം പറയാം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷങ്ങളിൽ അവർ പണം ചെലവഴിക്കും. വല്ലറാ, ദുരിതം ബാധിച്ച് വിഷമം പിടിച്ചിരിക്കുന്ന സമയത്തും കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കും. നമ്മൾ ദുരിതം ബാധിച്ച് പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് വന്ന് ചോദിച്ചു മിണ്ടാതെ പോയി, ഞാൻ തന്നെ ഇവിടെ ആകെ കഷ്ടപ്പാടിലെന്നൊക്കെ പറഞ്ഞ് 2 അങ്ങനെ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോഴും അവന്റെ മനസ്സറിഞ്ഞ് അവന് ചെയ്യാൻ പറ്റുന്നതും കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ അടുത്ത് മികച്ച മുത്തഖീങ്ങളുടെ ക്വാളിറ്റിയിലാണെന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാലിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. ഈ 4 ഗുണങ്ങളെ മുഹ്ബിതീങ്ങളുടെ മികച്ച ഗുണങ്ങളായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചതാണ്. അള്ളാഹു നമുക്കത് നേടിയെടുക്കാനും ആ ഒരു കൂട്ടത്തിലേക്ക് മാറാനും നമ്മുടെ അടുത്തുള്ള പോരായ്മകൾ നികത്തുവാനും ധാരാളക്കണക്കിന് പുണ്യങ്ങൾക്കുള്ള അവസരങ്ങളെല്ലാം ചിട്ടയായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള മനസ്സ്, വിശാലമായ ഹൃദയം പടച്ചറപ്പ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ.